മഹാരാഷ്ട്രയിൽ ഏപ്രിൽ 1-ാം തീയതി, ഛത്തീസ്ഗഡിൽ ഏപ്രിൽ 6-ാം തീയതി, ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ അദ്ദേഹം സംസാരിച്ചതും മൊത്തം 3 തവണയാണ് ഇതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ ചട്ടലംഘനം നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇതിൽ എങ്ങനെയൊക്കെയാണ് ചട്ടലംഘനം നടത്തിയത്, ഇതിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ചട്ടലംഘനത്തിൻ്റെ കാരണം. ഏപ്രിൽ 10 മഹാരാഷ്ട്രയിലെ ലാത്തൂർ, പുൽവാമയിൽ മരിച്ച ജവാന്മാർക്കായി വോട്ട് ചെയ്യണം. 18 വയസ്സ് തികഞ്ഞ വോട്ടർമാർ തങ്ങളുടെ കന്നിവോട്ട് വ്യോമാക്രമണം നടത്തിയ ധീരരായ വ്യോമസേനാ പൈലറ്റുമാരുടെ ധൈര്യത്തെ മുൻനിർത്തി വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ച് സൈന്യത്തെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് അധികാരത്തിൻ്റെ ദുർവിനിയോഗമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ പ്രധാനമന്ത്രി സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ചട്ടലംഘനമാണ് എന്നതാണ് കോൺഗ്രസ് കൊടുത്ത പ്രധാനപ്പെട്ട പരാതി മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ. ഛത്തീസ്ഗഡിലെ ബലോഡിൽ ഏപ്രിൽ 6-ാം തീയതി വീണ്ടും സൈന്യത്തെ, അതിനു മുൻപ് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രസംഗം, ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താനാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, സൈന്യത്തെ മോശമാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. വീണ്ടും സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി ഉപയോഗിച്ചു. ഇതും ഏപ്രിൽ 6-ാം തീയതി ഛത്തീസ്ഗഡിൽ ബലോഡിൽ നടത്തിയ പ്രസംഗവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുമ്പാകെ കോൺഗ്രസ് പരാതിയായി സമർപ്പിച്ചു. മഹാരാഷ്ട്രയിൽ ഏപ്രിൽ 1-ാം തീയതിയാണ് മറ്റൊരു പ്രസംഗം നരേന്ദ്രമോദി നടത്തിയത്. ഹിന്ദു ഭീകരവാദത്തിന് തെളിവുണ്ടോ, സമാധാനം ഇഷ്ടപ്പെടുന്ന ഹിന്ദുക്കളെ ഭീകരവാദികളാക്കിയവരാണ് കോൺഗ്രസ്സുകാർ, ഹിന്ദുമതം വിശ്വസിക്കുന്നവരെ അപമാനിച്ചവരാണ് കോൺഗ്രസ്സുകാർ, ഹിന്ദു ഭീകരവാദം എന്നത് കോൺഗ്രസ് ആണ് ഉപയോഗിച്ചത് എന്നാണ് മഹാരാഷ്ട്രയിലെ വാർത്തയിൽ ഏപ്രിൽ 1-ാം തീയതി പറഞ്ഞത്. തീർന്നില്ല, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണ്. ഇത് മതത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് എതിർ രാഷ്ട്രീയ കക്ഷിയെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു രീതി, ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വന്ന പ്രധാനപ്പെട്ട പരാതിയാണ്. ഈ സാഹചര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. അമേഠിയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്ന് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണിത്. ന്യൂനപക്ഷ മണ്ഡലമായ വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തി, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ ഭയന്നെത്തിയത് എന്നതിനെ മതപരമായ പരാമർശം നടത്തിയിരിക്കുകയാണ് ഈ ഏപ്രിൽ 1-ാം തീയതി മഹാരാഷ്ട്രയിലെ വാർത്തയിൽ വെച്ച് പ്രധാനമന്ത്രി. ഇത് 3-മാണ് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ചട്ടലംഘനത്തിൻ്റെ കാരണമായി കോൺഗ്രസ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വീണ്ടും ഇതേ പരാതി തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്തുന്നത് ചട്ടലംഘനമാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതി. ഇപ്പോൾ നമ്മൾ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്പസമയത്തിനകം നരേന്ദ്രമോദി കേരളത്തിലെത്തും. കോഴിക്കോടെത്തുന്ന നരേന്ദ്രമോദി ശബരിമല വിഷയം പരാമർശിക്കാനുള്ള സാധ്യതയുണ്ടോ, ഹിന്ദു ഭീകരവാദികൾ എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ എന്ന തൻ്റെ മഹാരാഷ്ട്രയിലെ വാർത്തയിലുള്ള പ്രസംഗത്തിൻ്റെ തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്ട് നരേന്ദ്രമോദി എന്തു പ്രസ്താവനയായിരിക്കും നടത്തുക, അത് അടുത്ത ചട്ടലംഘനത്തിൻ്റെ വിഷയമായി തീരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മിക്കണം, ഇതിൻ്റെ തുടർച്ചയായി ഒരു പക്ഷേ ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങളുടെ തുടർച്ച അത് ഒരു കോഴിക്കോട് ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 24-ന് ഇന്ന് അനുവദിച്ച അഭിമുഖത്തിൽ കൃഷ്ണദാസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ശബരിമല വിഷയമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ചുരുക്കത്തിൽ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും പൈലറ്റുമാർക്കും ധീര ജവാന്മാരെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും തിരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്തിയ നരേന്ദ്രമോദിക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ പരാതി നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസ്, പിന്നീട് മതവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ വാർത്തയിൽ നടത്തിയ പരാമർശത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല വിഷയമാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം നരേന്ദ്രമോദി പറയുന്നതെങ്കിൽ അതും പരാതിയായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചട്ടലംഘനങ്ങളുടെ തുടർച്ച പ്രധാനമന്ത്രിയുടെയും BJP-യുടെയും ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആക്ഷേപം. പക്ഷേ അത് BJP-ക്ക് മാത്രം ബാധകമല്ല, അത് UDF സ്ഥാനാർത്ഥികളായ പ്രേമചന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി അത് ബാധകമാണ് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഇടതുമുന്നണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ചട്ടലംഘനം നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് നടപടി വന്നിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരായി LDF നൽകിയ പരാതിയിൽ വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രസംഗം സംപ്രേഷണം ചെയ്തതും വീഡിയോയിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും അടക്കം പരിശോധിച്ചാണ് പരാതിയിൽ തുടർ നടപടിക്ക് തീരുമാനമായത്. വോട്ടർമാരുടെ മതവികാരം ഇളക്കിവിടുന്ന പ്രസംഗം നടത്തിയെന്നാരോപിച്ചാണ് UDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ LDF പരാതി നൽകിയത്. കേരളത്തിൽ ഇത് UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മാത്രമല്ല ഈ ചട്ടലംഘന പരാതി LDF സമർപ്പിച്ചിരിക്കുന്നത്. പകരം കൊല്ലത്തെ സ്ഥാനാർത്ഥിക്കെതിരെയും ഇത്തരമൊരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട 3 സ്ഥാനാർത്ഥികൾക്കാണ് മൊത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ 2 പേർ UDF സ്ഥാനാർത്ഥികളാണ് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കൈപ്പറ്റിയ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന പരാതിയിൽ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. എന്താണ് യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രൻ പറഞ്ഞത്? പ്രേമചന്ദ്രൻ കശുവണ്ടി തൊഴിലാളികളുടെ ഇടയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ ശബരിമല വിഷയം മുൻനിർത്തി യുവതീ പ്രവേശനത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മശാസ്താവിന്റെ പേര് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രേമചന്ദ്രനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന നോട്ടീസിന്റെ ഉള്ളടക്കം. രാജ്മോഹൻ ഉണ്ണിത്താൻ ക്യാമ്പയിന്റെ ഇടയിൽ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും തെരഞ്ഞെടുപ്പിനെ നോക്കൂ, കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും അതിൻ്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന പരാതി കൂടി അദ്ദേഹത്തിന് നേരെയുണ്ട്. ഇതാണ് ഇലക്ഷൻ കമ്മീഷന് വന്ന പ്രധാനപ്പെട്ട പരാതി. നമുക്കിത് രണ്ടിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ 2 UDF സ്ഥാനാർത്ഥികൾക്കെതിരെയും ചട്ടലംഘനം കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒപ്പമുണ്ട്. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെയാണ്. അത് നേരത്തെ തന്നെ വന്നിരുന്നതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയ വോട്ടഭ്യർത്ഥന. തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അയ്യപ്പനാമത്തിൽ വോട്ടഭ്യർത്ഥന നടത്തിയെന്നായിരുന്നു പരാതി. തേക്കിൻകാട് മൈതാനത്ത് നടന്ന NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സുരേഷ് ഗോപി ശബരിമല വിഷയത്തെപ്പറ്റി പരാമർശിച്ചത്. വികാരാധീനനായി അദ്ദേഹം എൻ്റെ അയ്യൻ തൻ്റെ അയ്യൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുക്കില്ലെന്നും ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നും ഒക്കെയാണ് അന്ന് തേക്കിൻകാട് മൈതാനിയിൽ സുരേഷ് ഗോപി പ്രസംഗിച്ചത്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളുടെ കഥ തുടരുന്നത് BJP സ്ഥാനാർത്ഥികളിലൂടെ മാത്രമല്ല, 2 UDF സ്ഥാനാർത്ഥികൾക്കെതിരെയും കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് പോയിട്ടുണ്ട്. ദേശീയ തലത്തിൽ അത് സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്നും മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുമാണ് BJPക്കെതിരെയും വിശിഷ്യ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയിരിക്കുന്ന ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലം പതിവെങ്ങുമില്ലാത്ത വിധം മതത്തെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ദേശീയതയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ചട്ടലംഘനം നടക്കുന്നുവെന്ന പരാതികളുടെ എണ്ണം ഇതിനകം തന്നെ കൂടുതലാണ്. കഴിഞ്ഞ തവണ 2014 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളുടെ എണ്ണത്തിൽ സീമാതീതം ഒരു വൻ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അല്പസമയത്തിനകം നരേന്ദ്രമോദി കോഴിക്കോട് സംസാരിക്കുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ സാധ്യതയുണ്ടോ എന്ന് നാം കാത്തിരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. നമ്മളിന്ന് വാർത്തകൾ വിശദമായി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഇന്ന് പോകുന്നത് ഇലക്ടറൽ ബോണ്ടിന്റെ കാര്യമാണ്. പ്രേക്ഷകർക്ക് ഇലക്ടറൽ ബോണ്ട് എന്താണെന്ന് അറിയാം. ഇലക്ടറൽ ബോണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത്, തെരഞ്ഞെടുപ്പ് വേണമെന്നില്ല അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന കടപ്പത്രത്തിൻ്റെ പേരാണ് ഇലക്ടറൽ ബോണ്ടുകൾ. സംഭാവന ഇത്തരം ഇലക്ടറൽ ബോണ്ട് വഴി വാങ്ങുന്നതിൽ തടസ്സമില്ലെന്ന് ഇന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പക്ഷേ ലഭിച്ച സംഭാവനകളുടെ പൂർണ്ണമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇലക്ടറൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിക്കുന്ന രീതി റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ അന്തിമ വിധി സുപ്രീം കോടതി പിന്നീട് പറയും എന്നും ഇടക്കാല വിധിയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഇലക്ടറൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം എന്താണ് എന്ന് നോക്കാം. അതിനു മുമ്പ് ഈ റിപ്പോർട്ട് നമുക്ക് കാണാം. നിലവിൽ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിക്കുന്ന രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുടരാമെന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട്, സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ, ലഭിച്ച പണം എന്നിങ്ങനെ മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മെയ് 15 വരെ ലഭിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ മെയ് 31 സീൽ വെച്ച കവറിൽ നൽകണം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിൽ നിന്ന് 5 ദിവസമാക്കി ചുരുക്കാൻ ധനമന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമം പരിശോധിച്ച് ഒരു പാർട്ടിക്കും പ്രത്യേക ഗുണം ലഭിക്കാത്ത വിധം നിയമത്തിൽ ഭേദഗതി ഉറപ്പാക്കുമെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ പിന്നീട് വിശദമായി വാദം കേട്ട് അന്തിമ വിധി പ്രസ്താവന നടത്തുമെന്നും കോടതി വ്യക്തമാക്കി. CPIM, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ലിജോ വർഗീസ്, 24, ഡൽഹി. എന്താണ് ഇലക്ടറൽ ബോണ്ട് അഥവാ രാഷ്ട്രീയ പാർട്ടികളുടെ കടപ്പത്രം? ഇത് 2017 അരുൺ ജെയ്റ്റ്ലി ഈ ആശയം അവതരിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അഴിമതിയിലേക്ക് നയിക്കുന്നു എന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് അഴിമതി കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള പരാതിക്കാരുടെയും സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട പരാതി. എന്താണ് ഈ ഇലക്ടറൽ ബോണ്ട്? രാഷ്ട്രീയ പാർട്ടികളുടെ നമുക്ക് നോക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണം സുതാര്യമാക്കുകയാണ് ഇലക്ടറൽ ബോണ്ടിന്റെ ലക്ഷ്യം. അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ് 2017. സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ തുകയുടെ ഇലക്ടറൽ ബോണ്ടുകൾ ബാങ്കിൽ നിന്ന് വാങ്ങാം. നമുക്ക് എങ്ങനെയാണോ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു
DD വാങ്ങുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ ഓരോ ബാങ്കിൽ നിന്ന്, മീൻസ് SBIയുടെ ശാഖകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇലക്ട്രൽ ബോണ്ട് നമ്മൾ അങ്ങനെ വാങ്ങി ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് അവരുടെ നിശ്ചിത അക്കൗണ്ടിലേക്ക് ആ ബോണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക അവരുടെ ഫണ്ടായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, സംഭാവന നൽകുന്നവനും ഈ പാർട്ടിയും തമ്മിലുള്ള ഒരു അവിഹിതമായ ബന്ധം അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ബോണ്ട് കൈമാറുന്നതിലൂടെ തുക പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തും. പണം ആർക്കാണ് സംഭാവന ചെയ്യുന്നത് എന്ന് ബോണ്ടിൽ വ്യക്തമാക്കേണ്ടതില്ല. ആർക്കാണ് പണം സംഭാവന ചെയ്യേണ്ടത് എന്ന് ബോണ്ടിൽ കൊടുക്കേണ്ടതില്ല. പകരം ചെയ്യേണ്ടത് ആ ഇലക്ട്രൽ ബോണ്ടായിട്ട് കിട്ടുന്ന ആ ഇലക്ട്രൽ ബോണ്ട് അത് 100-ൻ്റെയും 1000-ൻ്റെയും 10,000-ൻ്റെയും ഒക്കെ മൾട്ടിപ്പിളുകളായിട്ടുള്ള ബോണ്ടുകളാണ് കൊടുക്കേണ്ടത്. ബോണ്ട് കൈമാറുന്നതിലൂടെ തുക പാർട്ടിയുടെ കയ്യിലെത്തുന്നു. KYCയിൽ ആവശ്യമായ വിവരങ്ങൾ പക്ഷേ ആരാണോ ബോണ്ട് വാങ്ങുന്നത് അയാൾ നൽകണം. ആ തുക ആരാണോ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ പോകുന്നത് ആ ബാങ്കിൽ ആ KYCയുടെ അക്കൗണ്ട് നൽകണം. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് ആര് നൽകി എന്ന് പാർട്ടിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, പാർട്ടിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നിങ്ങനെ എത്ര മൂല്യമുള്ള ബോണ്ടുകൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, അത് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഒരു പാർട്ടിക്ക് കൊടുക്കണമുണ്ട്. ബാങ്കിലേക്ക് പോകുന്നു, 1 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, പാർട്ടി ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലാവധി 15 ദിവസമാണ്. 15 ദിവസം എന്ന് സൂചിപ്പിച്ചത് ഒരു സാമ്പത്തിക പാദത്തിൻ്റെ ആദ്യ 15 ദിവസമാണ്. ഒരു വർഷം 4 സാമ്പത്തിക പാദമുണ്ടെങ്കിൽ ആ 3 സാമ്പത്തിക പാദമുണ്ടെങ്കിൽ ഓരോ സാമ്പത്തിക പാദത്തിൻ്റെയും 15 ദിവസങ്ങൾ, ആദ്യത്തെ 15 ദിവസങ്ങളിൽ മാത്രമായിരിക്കും ബോണ്ടുകളുടെ കാലാവധി. SBIയുടെ പ്രത്യേക ശാഖകളിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിലെ അഴിമതി അവസാനിപ്പിക്കുന്നതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് അരുൺ ജെയ്റ്റ്ലി എന്നാണ് 2017 പറഞ്ഞതെങ്കിലും അന്ന് തന്നെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നയാൾ പാർട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോണ്ടും പാർട്ടിയും തമ്മിലുള്ള ഒരു അവിഹിതമായ ബന്ധം അവസാനിപ്പിക്കുന്നതിന് കഴിയില്ലെന്ന് മാത്രവുമല്ല, ഈ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ്, ആരാണ് പണം നിക്ഷേപിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. SBIയുടെ പ്രത്യേക ശാഖകളിൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവുക. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഭരിക്കുന്ന പാർട്ടി, ഉദാഹരണത്തിന് BJPയുടെ കാര്യത്തിൽ പ്രശാന്ത് ഭൂഷൻ്റെ ആരോപണം ഇതായിരുന്നു, 95% ഫണ്ടുകളും ഇത്തരത്തിൽ വന്ന ഫണ്ടുകളാണ്. ഇതിൽ അനോണിമസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഇവരുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കേണ്ടാത്തത് കൊണ്ട്, അത് പാർട്ടിയുടെ ഉത്തരവാദിത്വം അല്ലാത്തത് കൊണ്ട്, അഥവാ പാർട്ടി ആരാണ് തനിക്ക് പൈസ തന്നത് എന്നത് പാർട്ടിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ റെസ്പോൺസിബിലിറ്റി ബാങ്കിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ആരാണോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത് ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നയാളുടെ KYC പാർട്ടി അല്ല സൂക്ഷിക്കുന്നത്, ബാങ്കാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു അനോണിമിറ്റി നിലവിലുണ്ട്. പക്ഷേ അനോണിമിറ്റിക്കും അപ്പുറം അത് ഭരണപക്ഷ പാർട്ടിക്ക് കൂടുതൽ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്നു എന്നതായിരുന്നു പ്രശാന്ത് ഭൂഷൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ BJPക്ക് ലഭിച്ച 997 കോടി രൂപയുടെ മൊത്തം വരുമാനത്തിൽ സിംഹഭാഗവും വന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ്. അത് കഴിഞ്ഞ ഈ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന വലിയ വരവാണ്. അത് കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ ഏകദേശം 5-6 മടങ്ങ് അധികവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ശക്തമായ കാരണം. ഈ ദാതാവിൻ്റെ വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പരാതി സുപ്രീം കോടതിയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനവും അതായിരുന്നു. അരുൺ ജെയ്റ്റ്ലി അഴിമതിയും കള്ളപ്പണവും ഒഴിവാക്കുന്നതിന് കൊണ്ടുവന്ന ആ പദ്ധതി തന്നെ പിന്നീട് അനോണിമസായി അഥവാ ദാതാവിനെ അറിയിക്കാതിരിക്കലിലൂടെ വീണ്ടും അഴിമതിയിലേക്ക് പോയി എന്നതായിരുന്നു പ്രശാന്ത് ഭൂഷൻ്റെയും അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ പ്രകാരം മെയ് 15-ാം തീയതി വരെയുള്ള ഇലക്ട്രൽ ബോണ്ടിലെ എല്ലാ കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ അതാത് പാർട്ടികൾ മെയ് 30-ന് മുമ്പ് സമർപ്പിച്ചിരിക്കണം. അതോടുകൂടി തിരഞ്ഞെടുപ്പും ജനാധിപത്യവും പൂർണ്ണമായി അഴിമതി വിമുക്തമാകാനുള്ള സാഹചര്യം ഒരുങ്ങി എന്ന് സാരം.